ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. അതേസമയത്ത് മാധ്യമങ്ങളൊക്കെ തന്നെ RJD നേതൃത്വത്തിലുള്ള മഹാഗഠബന്ധൻ തിരിച്ചു വരുമെന്ന സൂചനയായിരുന്നു നൽകിയിരുന്നത്. ഇലക്ഷൻ പ്രചരണ സമയത്തൊക്കെ തന്നെ വലിയ കവറേജാണ് മാധ്യമങ്ങൾ RJDക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ നൽകിയത്. പക്ഷെ തികച്ചും അപ്രതീക്ഷിതമായിട്ട് അവർക്ക് വലിയ തിരിച്ചടിയാണ് ഏറ്റത് ജനങ്ങളുടെ എല്ലാ മേഖലയിൽ നിന്നും. അത് സ്ത്രീകളുടെ വോട്ടർമാരായാലും സ്ത്രീകളായിട്ടുള്ള വോട്ടർമാരായാലും ചെറുപ്പക്കാരായാലും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ബീഹാറിന്റെ ജോഗ്രഫിക്കലായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ എല്ലാ മേഖലകളിലും വലിയ തിരിച്ചടിയാണ് മഹാഗഠബന്ധൻ ഉണ്ടായിരിക്കുന്നത്. BJPക്ക് വലിയ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിജയം അടുത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും കേരളം, പശ്ചിമ ബംഗാൾ, അതുപോലെ തന്നെ തമിഴ്നാട്, അസം എന്നീ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ ഒരു പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ട വിഷയം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിരവധി ക്ഷേമ പദ്ധതികൾ. ഈ ക്ഷേമ പദ്ധതികളാണ് ബീഹാറിൽ ഭരണകക്ഷിക്ക് വിജയം നൽകിയത് എന്നാണ് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ആന്റി ഇൻകംബൻസി, അതായത് ഒരു ഭരണവിരുദ്ധ വികാരം, ഈ ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കാൻ ബീഹാറിലെ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും പ്രധാനമന്ത്രി ആയിരുന്ന സമയത്തും ഒക്കെ ഫ്രീബീസ്, അതായത് ആളുകൾക്ക് സൗജന്യങ്ങൾ നൽകുന്നത്, ധനസഹായങ്ങൾ നൽകുന്നത്, അതിനെയൊക്കെ അദ്ദേഹം എതിർത്തിരുന്ന ആളായിരുന്നു എന്നുള്ളൊരു വിഷയമാണ് പരാമർശിക്കപ്പെടുന്നത്. പക്ഷെ ഇപ്പം അദ്ദേഹം അതിന് വഴങ്ങിയിരിക്കുന്നു. ബീഹാറിൽ നടത്തിയ പദ്ധതികൾ, ഈ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ വോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു. അപ്പൊ ഇത് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള വ്യത്യാസമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് കോൺഗ്രസ് ആണെന്നുള്ളതാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കപ്പെടുന്നത്. കാരണം 2023 കർണാടക തെരഞ്ഞെടുപ്പിൽ, അതിന് തൊട്ടു മുമ്പ് കർണാടകയിൽ ഭരിച്ചിരുന്നത് BJP നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു. കർണാടകയിൽ 5 വലിയ സൗജന്യങ്ങളാണ് അവിടുത്തെ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം വാഗ്ദാനം ചെയ്തത്. ഈ 5 സൗജന്യങ്ങളുടെ പേര്, യാത്രാ സൗജന്യം, അങ്ങനെയുള്ള നിരവധി സൗജന്യങ്ങൾ, 5 പ്രധാനപ്പെട്ട പദ്ധതികൾ, ഈ 5 സൗജന്യ പദ്ധതികളുടെ പേരിലാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത് എന്നാണ് പരാമർശിക്കപ്പെടുന്നത്. അതോടുകൂടി അങ്ങനെ കോൺഗ്രസ് സൗജന്യങ്ങൾ നൽകി അധികാരം പിടിച്ചെടുത്തതോടുകൂടിയാണ് BJPയും ഇത്തരത്തിലൊരു നടപടികൾ എടുക്കാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ചില പദ്ധതികളെ കുറിച്ച് ഇപ്പോൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, മഹാരാഷ്ട്രയിൽ നടത്തിയ മാജി ലഡ്കി ബഹൻ യോജന പദ്ധതിയാണ്. അതേപോലെ തന്നെ ബീഹാറിൽ മഹിളാ റോസ്ഗാർ യോജന, മധ്യപ്രദേശിൽ ലാഡ്ലി ബഹൻ യോജന, അതുപോലെ തന്നെ ഹരിയാനയിൽ ലഡ്കി ലക്ഷ്മി യോജന തുടങ്ങിയ പദ്ധതികൾ. ഇതെല്ലാം തന്നെ ക്ഷേമ പദ്ധതികളാണ്. ഇതില് ഹരിയാനയിലെ ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ നടന്ന ബീഹാറിൽ 10,000 രൂപ വീതമാണ് ഏതാണ്ട് 1 കോടിയോളം വരുന്ന ആളുകൾക്ക്, 75 ലക്ഷത്തിലധികം പേർക്കാണ് 10,000 രൂപ വീതം നൽകിയത്. അതായത് ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീക്ക് ജോലി നേടാനുള്ള, സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള 2 ലക്ഷം രൂപ സഹായം, അതിന്റെ ആദ്യ ഗഡുവായിട്ടാണ് 10,000 രൂപ നൽകിയത്. എന്നാൽ BJPയും ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ തുടങ്ങിയത് കോൺഗ്രസ് ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയതിനെ തുടർന്ന് അവർ നടപ്പിലാക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു എന്നാണ് കണക്കാക്കുന്നത്. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർക്കാരുകൾക്ക് അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ ഭരണമില്ലാത്ത സ്ഥലത്തും BJPക്ക് ഇത്തവണ ഭരണാധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലെ 70 സീറ്റിൽ 48 സീറ്റും കഴിഞ്ഞ കുറെ വർഷങ്ങളായി, 10-11 വർഷങ്ങളായിട്ട് ആം ആദ്മി പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഡൽഹിയിൽ ഭരണാധികാരം തിരിച്ചു പിടിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഹരിയാനയിൽ ഭരണം നിലനിർത്താൻ പറ്റി. 90 സീറ്റിൽ 48 സീറ്റിൽ ഭരണം നിലനിർത്താൻ പറ്റി. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ 288 അംഗ നിയമസഭയിൽ 232 സീറ്റും, അതിൽ BJP ഒറ്റയ്ക്ക് മാത്രം 132 സീറ്റ് ഉണ്ട്, അവർക്ക് നേടാൻ കഴിഞ്ഞു. അതേപോലെ ഇത്തവണ ബീഹാറിലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. മധ്യപ്രദേശിൽ 230 സീറ്റിൽ 163 സീറ്റ് ജയിക്കാൻ കഴിഞ്ഞു. അപ്പം ഒരു ഭാഗത്ത് BJP കൂടി ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്ന സമയത്ത് കോൺഗ്രസിന് പക്ഷേ അവർക്ക് നിലവിലുണ്ടായിരുന്ന ഭരണം നിലനിർത്താൻ നേരത്തെ കഴിഞ്ഞിരുന്നില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് രാജസ്ഥാനിലും
അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലൊക്കെ കോൺഗ്രസിന്റെ സർക്കാർ നിലംപതിച്ചത്. അവിടെയും അവർ ഫ്രീ ബീസ് ഒക്കെ വാഗ്ദാനം ചെയ്തു. പക്ഷേ ഈ ഫ്രീ ബീസിലൊന്നും ജനങ്ങൾ വീണില്ല എന്നതാണ്. അപ്പൊ അതിന്റെ അർത്ഥം വെറും ഫ്രീ ബീസ് മാത്രമല്ല, ഒരു സർക്കാരിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് അവരുടെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പം ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ ഇത് സ്വാധീനിക്കും എന്നുള്ള വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ബി ജെ പിക്ക് വലിയ ശക്തിയില്ലാത്ത രണ്ട് സ്ഥലങ്ങളാണ് തമിഴ്നാടും കേരളവും. അതേ സമയത്ത് ബംഗാൾ ബി ജെ പിക്ക് വലിയ ശക്തിയാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 42 സീറ്റിൽ 18 ലോക്സഭാ സീറ്റുകൾ നേടിയിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ അത്ര സീറ്റ് നേടാൻ ബി ജെ പി കഴിഞ്ഞില്ലെങ്കിൽ പോലും വലിയ സ്വാധീനം ബി ജെ പി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബി ജെ പിയുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, ബീഹാറിൽ ബി ജെ പി ജയിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും, അത് മുന്നോക്ക വിഭാഗങ്ങളാണെങ്കിലും മറ്റു പിന്നോക്ക വിഭാഗങ്ങളാണെങ്കിലും ഏറ്റവും പിന്നോക്ക വിഭാഗമായിട്ടുള്ള എക്സ്ട്രീം ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിലും അതുപോലെ തന്നെ പട്ടികജാതിക്കാരാണെങ്കിലും പട്ടികവർഗക്കാരാണെങ്കിലും എല്ലാ മേഖലയിലും സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞു. അവരുടെ പ്രാതിനിധ്യമുള്ള പാർട്ടികൾക്ക് അവരെ മുന്നണിയിൽ കൊണ്ടുവന്നു. അങ്ങനെ ഉള്ളൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ബി ജെ പി നടത്തിയത്, ജനക്ഷേമകരമായ പദ്ധതികളോടൊപ്പം തന്നെ. അതേ സമയത്ത് പശ്ചിമ ബംഗാളിലും ഇതേ രീതിയിലുള്ള പ്രക്രിയയാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഏതാണ്ട് 25% വരുന്ന പട്ടിക വിഭാഗക്കാരിലെ ബഹുഭൂരിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങളെയൊക്കെ സ്വാധീനിക്കാനാണ് ബി ജെ പി ശ്രമിച്ചത്. അവിടുത്തെ രാജവംശി, അതുപോലെ തന്നെ മത്വാസ് തുടങ്ങിയ വിഭാഗക്കാരുടെ ഇടയിൽ കാര്യമായ പ്രവർത്തനമാണ് ബി ജെ പി നടത്തിയിരുന്നത്. പക്ഷെ അവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അവരുടെ ഇടയിൽ വലിയ ആനുകൂല്യങ്ങളാണ് മമതാ ബാനർജി നൽകിയിരിക്കുന്നത്. പക്ഷെ ഇതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും അധികം ബംഗാളിൽ സ്വാധീനിക്കാൻ പോകുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണം തന്നെയായിരിക്കും. കാരണം പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന നിരവധി പേരുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ബംഗ്ലാദേശി പൗരന്മാർ വരെ TMC നേതാക്കളായിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. TMC നേതാവിന്റെ അവര് ബംഗ്ലാദേശി പൗരനാണെന്നുള്ള രേഖകളാണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് ബംഗ്ലാദേശി പൗരന്മാർ അല്ലെങ്കിൽ നുഴഞ്ഞു കയറ്റക്കാർ, ഇൻഫിൽട്രേറ്റേഴ്സ്, അവർക്ക് അവരെ ആധാറിൽ ഉൾപ്പെടുത്തുകയും അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയൊക്കെയാണ് ചെയ്തിരുന്നത്. ഇതിനെതിരായിട്ടാണ് ബി ജെ പി പ്രക്ഷോഭം നടത്തുന്നതും ഇപ്പോൾ SIR നടത്തുന്നതും. ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനിലൂടെ വിദേശികളായ ആളുകൾക്ക്, പൗരന്മാരല്ലാത്ത ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ ഇടം കിട്ടില്ല. അങ്ങനെയാവുന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പോകും. അങ്ങനെ വിദേശികളായ ആളുകളെ വോട്ടർ പട്ടികയിൽ പെടുത്തിയതുകൊണ്ട് മാത്രം ആണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ജയിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ ഇതൊക്കെ ചർച്ചാ വിഷയമാവുന്ന സമയത്ത് പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയും ചർച്ചാ വിഷയമാവും. അതേപോലെ തന്നെ ഈ വിജയം പശ്ചിമ ബംഗാളിൽ ബി ജെ പിക്ക് വിജയിക്കാനുള്ള ഒരു അവസരം. കാരണം വലിയ ശക്തമായ അടിത്തറയാണ് പശ്ചിമ ബംഗാളിൽ ബി ജെ പിക്കുള്ളത്. മമതാ ബാനർജിയാണ് വർഷങ്ങളായിട്ട് അവിടെ ഭരിക്കുന്നതെങ്കിൽ പോലും വലിയ പ്രതിപക്ഷം, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിപക്ഷം ബി ജെ പി ആണ്. അതുകൊണ്ട് തന്നെ ബീഹാറിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ഒരു സ്വാധീനം പശ്ചിമ ബംഗാളിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. മറ്റ് രണ്ട് സംസ്ഥാനങ്ങളാണെങ്കിൽ ബി ജെ പി അവിടെ ഒരു പ്രധാന പ്രതിപക്ഷം പോലുമല്ല. കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലാണ് മത്സരം. കഴിഞ്ഞ 2 തവണയായിട്ട് ഇടതുപക്ഷമാണ് ജയിക്കുന്നത്. കേരളത്തിൽ നേരത്തെ മാറി ഉള്ളൊരു ഭരണ സംവിധാനമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിൽ, ഒരു സീറ്റിൽ ബി ജെ പി വിജയിച്ചു, മറ്റ് 2 സീറ്റിൽ നേരിയ വോട്ടുകൾക്കാണ് ബി ജെ പി പരാജയപ്പെട്ടത്. അങ്ങനെ ആകെയുള്ള 20 ലോക്സഭാ സീറ്റിൽ കേരളത്തിൽ 3 സീറ്റുകൾ വലിയ വോട്ട് സമാഹരിക്കാനും നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നേറാനും ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പി ആരുടെ വോട്ടാണ് പിടിക്കുന്നത്? നേരത്തെ പലരും ധരിച്ചിരുന്നത് ബി ജെ പി കോൺഗ്രസിന്റെ വോട്ടാണ് പിടിക്കുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത്തവണ ബി ജെ പി CPM-ന്റെ പിന്നോക്ക വിഭാഗക്കാരുടെയൊക്കെ ഇടയിൽ നിന്നുള്ള ഒരു വോട്ട് കാര്യമായിട്ട് ബി ജെ പിക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സ്വാധീനം ഏത് മുന്നണിയാണ് വിപരീതമായി ബാധിക്കുക എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ 2 തവണയായിട്ട് ഭരണാധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരായിട്ട് ശക്തമായ ജനവികാരമുണ്ട്. അതേ സമയത്ത് ഇടതുപക്ഷത്തിനെതിരായിട്ടൊരു ഫലപ്രദമായ അൾട്ടർനേറ്റീവായിട്ട് ഉയർന്നു വരാൻ ഇപ്പോൾ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് അത് കഴിയില്ല, അല്ലെങ്കിൽ കോൺഗ്രസിന് LDF-നെ മറികടക്കാൻ കഴിയില്ല എന്ന തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ബീഹാറിലെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശം തന്നെയാണ് ജനിപ്പിക്കുന്നത്. ഇതിന്റെ മറ്റൊരു രസകരമായ കാര്യം, ബീഹാറിൽ ബി ജെ പി മത്സരിച്ചിരുന്നത് മഹാഗഡ്ബന്ധനോടാണ്. ആ മഹാഗഡ്ബന്ധനിലെ ഘടകകക്ഷികളാണ് കോൺഗ്രസും CPM-ഉം CPI-യും. ഇവരൊക്കെ തന്നെ കേരളത്തിലെത്തുന്ന സമയത്ത് ഇവർ പല മുന്നണികളായിട്ട് മത്സരിക്കുന്നുവെന്ന് മാത്രം. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയിൽ CPM ഉണ്ട്, CPI ഉണ്ട്.
അതേസമയത്ത് UDF-ലാണ് കോൺഗ്രസ് ഉള്ളത്. ഇവർ ബീഹാറിലെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ തമിഴ്നാട്ടിലായാലും ഇവരൊക്കെ തന്നെ ഒരുമിച്ചാണ് മത്സരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. മറ്റൊരു സംസ്ഥാനമായ തമിഴ്നാട്ടിലും BJP അത്ര കാര്യമായ ശക്തിയല്ല. പക്ഷേ ADMK BJP സഖ്യം ഉണ്ടാവുകയാണെങ്കിൽ വേണമെങ്കിൽ തമിഴ്നാട്ടിലെ സ്ഥിതിഗതികളൊക്കെ മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. ബീഹാറിലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം തമിഴ്നാട്ടിനെ കൂടി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതേപോലെ പ്രസക്തമായ മറ്റൊരു സംസ്ഥാനമാണ് അസം. അസമിൽ ഇപ്പോൾ തന്നെ BJP ഭരണമാണ്. അസമിലും വർഗീയ തരത്തിലുള്ള ചേരിതിരിവുകളും വിദേശി വോട്ടർമാരുടെ നുഴഞ്ഞുകയറ്റമൊക്കെ വലിയ ചർച്ചാ വിഷയമാണ്. നിരവധി വിദേശി പൗരന്മാരെ അവര് നാട് കടത്തുകയുണ്ടായി. അത് വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് കോൺഗ്രസ് ഒക്കെ നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടിയാണ് നിലകൊണ്ടിരുന്നത്. BJP ആകട്ടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആകട്ടെ ബംഗ്ലാദേശി പൗരന്മാരെയൊക്കെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കുമെന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാറിലെ ഒരു വിജയം അത് ആസാമിൽ BJPക്ക് കരുത്തേകും. ആസാമിലെ ഭരണ തുടർച്ചയ്ക്ക് BJPക്ക് അത് സഹായകമാവും. ബംഗാളിൽ ഭരണാധികാരം പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയത്തിലാണ്. അതിനും സഹായകരമായ രീതിയിലാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം. അതേസമയത്ത് തമിഴ്നാട്ടിലും കേരളത്തിലും എന്ത് സംഭവിക്കുന്ന ഇപ്പോഴും പറയാനാകാത്ത സ്ഥിതിയാണുള്ളത്.